ബജറ്റ് മാരിടൈം ക്ലസ്റ്ററിനെ പറ്റി പറയുന്നുണ്ട്. ഏറ്റവും വലിയൊരു തീര സംസ്ഥാനമാണ് കേരളം. തെക്ക് വടക്ക് മുഴുവനും തീരമുണ്ട്. തെക്കും വടക്കും എല്ലാം തീരമാണ് കേരളത്തിൻ്റെ. എല്ലാം മുട്ടിക്കിടക്കുകയാണ്. അതിർത്തി പടിഞ്ഞാറ് ഭാഗത്തെല്ലാം സമുദ്രമാണ്. മാരിടൈം ക്ലസ്റ്ററിൽ അപ്രകാരം ഒരു സംസ്ഥാനത്തിന് സ്ഥാനം വേണോ വേണ്ടയോ? BJPയും നിർമ്മല സീതാരാമനും പറയുന്നു കേരളം വേണ്ട. എന്താ കാരണം? അവിടെ ഇടതുപക്ഷം ഭരിക്കുന്നു. അവർക്ക് ഭൂമിശാസ്ത്രം ബാധകമല്ല, ചരിത്രം ബാധകമല്ല, യാഥാർത്ഥ്യം ബാധകമല്ല, രാഷ്ട്രീയ ഇഷ്ടം, രാഷ്ട്രീയ അനിഷ്ടം അത് മാത്രം ബാധകം. അങ്ങനെയല്ല ഗവൺമെൻറ് ഭരിക്കേണ്ടത്. ഈ മാരിടൈം ക്ലസ്റ്റർ അടക്കമുള്ള കാര്യങ്ങളിൽ ഗവൺമെൻറ് കാണിക്കുന്ന വഞ്ചനയെ പറ്റി പറയുമ്പോൾ ഞാൻ പറയട്ടെ. ഞാൻ പല ചാനലിൻ്റെയും തലക്കെട്ട് കണ്ടു. ഇപ്പോൾ അതിവേഗ റെയിൽവേ ഇല്ല, ആമയുണ്ടെന്ന് തലക്കെട്ടാണ് ഞാൻ വായിച്ചത്. നിങ്ങളുടെ ഹെഡിങ്സ് ഞാൻ കണ്ടതാണ്. അതിവേഗ പാതയില്ല, ആമയുണ്ടെന്ന് പറഞ്ഞാൽ ഒരു തമാശ അതിനകത്തുണ്ട്. ആർക്കും വ്യാമോഹം വേണ്ട. ആമയെ സംരക്ഷിക്കുക വഴി സമുദ്രത്തിൻ്റെയും പരിസ്ഥിതിയെ BJP ഗവൺമെൻറ് സംരക്ഷിക്കാൻ പോകുന്നുവെന്ന് ആർക്കും വ്യാമോഹം വേണ്ട. ഞാൻ എഴുതി വയ്ക്കുന്നു, ഈ ആമ സംരക്ഷണത്തിൻ്റെ വർത്തമാനം വെറും പൊള്ളത്തരമാണ്. ആമയുടെ സംരക്ഷണത്തിന് വേണ്ടത് ഒരു പ്രഖ്യാപനം മാത്രമല്ല. അത് മാത്രമല്ല, സമുദ്രതീരം, അന്തർഭാഗങ്ങൾ അങ്ങനെയെല്ലാം വേണ്ടതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്താലേ ആമയ്ക്കും ഭാവിയുള്ളൂ, ആമയ്ക്കും ജീവിതമുള്ളൂ. അവിടെ എന്താ ഗവൺമെൻറ് നയം? അവിടെ ഗവൺമെൻറ് നയം ബ്ലൂ ഇക്കോണമിയാണ്. ബ്ലൂ ഇക്കോണമി എന്ന് പറഞ്ഞാൽ സമുദ്രത്തിൻ്റെ ആഴവും മേൽപ്പരപ്പും അതിൻ്റെ തീരവും എല്ലാം കൊള്ളയടിക്കുന്നുള്ളതാണ്. കണ്ണും പൂട്ടിയിട്ടുള്ള ഭ്രാന്ത് പിടിച്ച ഖനനത്തിന് വേണ്ടി നമ്മുടെ എല്ലാ സമുദ്രങ്ങളെയും മാറ്റിവെച്ച ഒരു ഗവൺമെൻറ് ആ പാപത്തിൻ്റെ കറ മൂടി വെക്കാൻ വേണ്ടി ആമയെപ്പറ്റി പറഞ്ഞാൽ അത് കേട്ടൊന്നും കേരളക്കാരും ഇന്ത്യക്കാരും വഞ്ചിക്കപ്പെടാൻ പോകുന്നില്ല. ആമയ്ക്ക് ബുദ്ധിയുണ്ടെങ്കിൽ ആമ പറഞ്ഞേനെ. എൻ്റെ പേര് പറഞ്ഞുകൊണ്ട് കേരളത്തെയും സമുദ്രങ്ങളെയും തീരദേശങ്ങളെയും ആകത്തന്നെയും വഞ്ചിക്കുന്ന മത്സ്യബന്ധനത്തെ ഉപജീവനമായി കാണുന്ന കോടിക്കണക്കായ തൊഴിലാളികളെ, മത്സ്യസമ്പത്തിനെ, അതിൻ്റെ എല്ലാം ആവാസ വ്യവസ്ഥയായ കടലിനെ, കടലാഴങ്ങളെ, കടൽ തീരങ്ങളെ അവിടെയെല്ലാം നിർബാധമായ ഖനനത്തിന് വേണ്ടി ഒഴിഞ്ഞു വിടുത്ത ഗവൺമെൻറ്റാണ്. ആ കൊള്ളക്കാർ പറയുന്നു ഞങ്ങൾ ആമയെ കാത്തുരക്ഷിക്കാവുന്നു. ആമയ്ക്ക് രക്ഷയില്ല, കടലിനും രക്ഷയില്ല, കടൽ തീരവും കടലാഴവും ഒന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇവർക്ക് വേണ്ടത് എല്ലായിടത്തും കുത്തകകളുടെ കൊള്ളയ്ക്ക് കുളപിടിക്കലാണ്. അതാണ് ബജറ്റിൻ്റെ യഥാർത്ഥത്തിലുള്ള വർഗ സ്വഭാവം. അതാണ് രാഷ്ട്രീയം. ഗിമ്മിക്സ് കൊണ്ട്, പൊടുക്കൈ കൊണ്ട് അത് മുടിവെക്കാൻ ശ്രമിക്കുകയാണ് നിർമ്മല സീതാരാമൻ. ആ മഹതി വാചാലയാണെന്ന് എനിക്കറിയാം. വ്യക്തിപരമായി എൻ്റെ സുഹൃത്തുമാണവർ. പക്ഷെ അവർക്ക് ഈ സാമർത്ഥ്യം വളരെ കൂടുതലാണ്. മോദിയുടെ യഥാർത്ഥ അനുയായിയെ പോലെ വാചക സാമർഥ്യം കൊണ്ട് സ്വന്തം സാമ്പത്തിക രാഷ്ട്രീയ കാപട്യങ്ങളെ മൂടി വയ്ക്കാൻ പ്രാവീണ്യം കാണിച്ച നിർമ്മല സീതാരാമൻ എന്ന മഹതി ഈ ബജറ്റിലും അതേ നാടകം കളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് അങ്ങേയറ്റം നിരാശയുണ്ടാക്കുന്നുണ്ട്.